ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇങ്ങനത്തെ ഇൻട്രോ ഒന്നും ഇതേവരെ എൻ്റെ വീഡിയോസിലൊന്നും പറഞ്ഞിട്ടില്ല. കിടക്കട്ടെ. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ എനിക്ക് 22 വയസ്സാകാൻ പോകുക. ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടോ? എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ നേരിട്ട് വരാതെ എൻ്റെ റൂമിൽ കൊണ്ട് വെച്ചിട്ട് പോയതാ. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് സന്തോഷമായി. എനിക്ക് ഈ ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ചെയ്താൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അതുകൊണ്ട് ഇതിട്ട്, ഞാൻ ഈ ഡ്രസ്സ് ഇടാനല്ല വെച്ചത്. കൂടെ ഒരു കാർഡും ഉണ്ടായിരുന്നു. വായിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ആയിരിക്കട്ടെ, എനിക്ക് സന്തോഷമായി. അപ്പം പറഞ്ഞു വന്നത്, കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ എനിക്ക് 22 വയസ്സാകാൻ പോവാ. എനിക്കിഷ്ടമുള്ള കുറേ ആൾക്കാരില്ല ഇവിടെ ഉണ്ടായിട്ടും കറക്റ്റ് സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ പോയി. പ്രശ്നമില്ല, സാഹചര്യം കൊണ്ടല്ലോ. പക്ഷെ എന്നാൽ തന്നെ എനിക്കിഷ്ടമുള്ള കുറേ ആൾക്കാർ എൻ്റെ ചുറ്റും നിന്ന് എൻ്റെ ഇഷ്ടം നോക്കി, എൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നോക്കി സെലിബ്രേറ്റ് ചെയ്യുന്ന ഇനി എനിക്കിങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇതേപോലെ എൻ്റെ ഇഷ്ടമൊക്കെ നോക്കി എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുമോയെന്നൊന്നും എനിക്കറിയത്തില്ല, ഉറപ്പായിട്ട് കാണത്തില്ല. പക്ഷെ എന്നാലും ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് എന്നെ കേക്ക് മുറിക്കാൻ പോവാം. എനിക്ക് 22 വയസ്സാകും. വലിയ കുട്ടിയായി. ഞാനപ്പം കേക്ക് മുറിക്കുന്നതൊക്കെ ഇനി കാണിച്ചു തരാം കേട്ടോ. എൻ്റെ റൂമിൽ എവിടുന്നാന്നറിയാത്ത ഒരു ഗിഫ്റ്റ്. ഇത്രയും കഷ്ടപ്പെട്ട് ആരോ ചെയ്തു. ഡയറി മിൽക്ക് ഓറിയോ. ഡ്രസ്സ്, 2 ഡ്രസ്സ്. ബർത്ത്ഡേക്ക് മുമ്പുള്ള അപർണ. കൈ പിടിക്കണ്ടല്ലോടി, ആരേലും ഒന്ന് കൈപിടി. ആ കോല് മാറ്റി, ഒരു ബുദ്ധിയില്ല. ഹാപ്പി ബർത്ത്ഡേ പാട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ബാഡ് ടൈപ്പൊക്കെ തിന്നാൽ ഫാത്തിമ അയക്കുവോ? അഖില അയക്കുവോ? കിട്ടില്ല, അത് കിട്ടിയില്ലേ? അതിലിട്ടുണ്ട്. ലേറ്റായി വന്ന കുട്ടപ്പന് അങ്ങനെ എന്റെ റൂംമേറ്റ് മാളവിക ഷാജിദാസ് എനിക്ക് ഗിഫ്റ്റ് തന്നിരിക്കുന്നു. എടുക്കടി എടുക്കടി, അതിനകത്ത് എടുക്കടി. എന്റെ വൈറ്റ് കളർ സാധന. വൈറ്റ് കളർ. നിങ്ങൾ ഗസ്റ്റ് ചെയ്യൂ. ഇത് മാളവിക വാങ്ങി തന്ന കുഞ്ഞുടുപ്പാണ്. എന്റെ ബർത്ത്ഡേക്ക് വന്ന ഇത് ഷാഹുൽ, ഇത് ഹസ്നയുടെ മുഖം മൊത്തം കേക്കാം. അഖില്, ഫാത്തിമ, നവ്യ, ഇത് അജിത്ത്, ഇത് മാളവിക, ഇത് ലല്ലു വരെ ലേറ്റ് ആയി, അതുകൊണ്ട് കേക്ക് മുറിക്കാനും താമസിച്ചു. കൊതുകിനെ കിട്ടി ഗൈസ്, നമുക്ക് കേക്കിന്ന് കൊതുകിനെ കിട്ടി. ഇങ്ങോട്ട് തിരിക്കി ഒരു കുഴപ്പമില്ലാതെ കയറ്റി ഇറക്കി കൊണ്ടുവന്നില്ല മുതലിന്റെ മുമ്പിൽ. എന്താണ് ഈ പരിപാടിയെ കുറിച്ച് പറയാനുള്ള? സർപ്രൈസ് ആണ്. കാണാൻ കിട്ടാത്ത പല ആൾക്കാരും എനിക്ക് കാണാൻ കിട്ടി. അവിടെ കാണിക്കും, അവിടെ കാണിക്കും. ഫാത്തിമ ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് പങ്കെടുക്കാൻ വന്നു. കയ്പുണ്ട്. കേക്കിന്റെ മേളിൽ എന്തോ ചോക്ലേറ്റ് സാധനം വെതറിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചെറിയൊരു കയ്പുണ്ട്.
കേക്ക് എങ്ങനെയുണ്ട്? എവിടുന്നാ വാങ്ങിച്ചേ? അവള് തന്നെ കേക്ക് വാങ്ങി. സ്വന്തം എല്ലാവർക്കും മുറിച്ചു കൊടുത്തു. നവ്യ വാ, നീ കഴിച്ചാ അതെ നീ കഴിച്ചാ. എല്ലാരും കഴിക്കും. ഒരു പ്രശ്നമില്ല. നിന്റെ വായില് പോകുന്ന കണ്ട നീ ഇപ്പൊ പിന്നെ ഓടും. കഴിഞ്ഞ വർഷത്തെ പോലെ അവളുടെ വർഷയിൽ ഓടിയ പോലെ. കഴിഞ്ഞ വർഷത്തെ എന്റർടൈൻമെന്റ് പിന്നെ കാണണം. ഇവള് കുളിച്ചത് പുല്ലില്. രാഹുലിന് ക്യാമറ ആണപ്പോ ഒരു നാണം ഹസ്ലെടുത്ത് നിക്കുമ്പോ അതിന്